ലോ ബഡ്ജറ്റിൽ ഒരു ഹൈ പ്രോട്ടീൻ മീൽ എന്ന് പറയുമ്പോൾ അതിൽ ആദ്യം തന്നെ വരുന്നത് സോയ ചങ്ക്സ് ആണ്. സോയ ചങ്ക്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സലാഡ് റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവർക്കും ഹൈ പ്രോട്ടീൻ മീൽ എടുക്കുന്നവർക്കും ചെറിയ ബഡ്ജറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സലാഡ് റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം സോയ ചങ്ക്സ് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ആ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ നമുക്കതിനെ സ്ട്രെയിൻ ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. ഉടനെ തന്നെ നന്നായിട്ട് പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഇതുപോലെ ഓരോന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിലുള്ള വെള്ളത്തിൻ്റെ ആ ഒരു സത്ത് മുഴുവനും മാറ്റി വേറൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റിയിടാം. അപ്പോൾ ഓരോന്നും നമ്മൾ ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു 100 ഗ്രാം സോയ റെഡിയാക്കി എടുത്തു. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർക്കാം. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിനെ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിയാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ സോയ ചങ്ക്സ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മളാകെ 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നാലും അതിന് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് ഇതുപോലെ മാറ്റിയെടുത്ത് വെക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 50 ഗ്രാം കപ്പലണ്ടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 പിടി കപ്പലണ്ടി തോലില്ലാത്തതാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു സലാഡ് ഡ്രസ്സിങ് ചെയ്തെടുക്കുന്നതിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കപ്പലണ്ടി റോസ്റ്റ് ചെയ്യുന്നത്. മൊത്തത്തിൽ നമ്മളുടെ ഈ ഒരു ഫൈനലായിട്ടുള്ള ഒരു ബൗൾ ഓഫ് സലാഡ് ഒരു 35 ഗ്രാം വരെ പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടും. ഒരു നേരത്തെ ആ ഒരു ബൗളിൽ നിന്നും കിട്ടും. ഇനി ഞാനൊരു 100 മില്ലി തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ വറുത്ത കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളക്. അതിനെ നമുക്കിതുപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ചിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇതിനെ നമ്മളൊന്ന് അടിച്ച് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. തൈര് നമ്മൾ അടിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ലൂസാവും. അത് വേണ്ടാന്നുള്ളവരാണെങ്കിൽ കപ്പലണ്ടിയും മാത്രമായിട്ട് പൊടിച്ചിതിലേക്ക് തൈരിലേക്ക് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ ഒരു ക്യാരറ്റ് പൊടിയായിട്ട് കൊത്തിയരിഞ്ഞത് ചേർത്തു. ഒരു കുക്കുംബർ അതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളിയും ഒരു സവാളയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത്രയും വെജിറ്റബിൾസ് ആണ് നമ്മൾ സലാഡിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു റോസ്റ്റിങ്ങിൻ്റെ ഒരു പ്രൊസീജിയർ വേണ്ടാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്ത സോയ ഇതിലേക്ക് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിനെ മുഴുവനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി സെപ്പറേറ്റ് ആയിട്ട് ഇതിലേക്ക് ഉപ്പൊന്നും നമ്മൾ ചേർക്കുന്നില്ല. നമ്മളുടെ ഈ ഒരു ഡ്രസ്സിങ്ങിൽ ആവശ്യത്തിന് ഉപ്പുണ്ട്. ഇതിന് നമുക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഒന്നുകൂടെ പ്രോട്ടീൻ റിച്ച് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തൈരിൽ നമ്മൾ കപ്പലണ്ടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ പ്രോബയോട്ടിക് ആണ് തൈരെന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് വേണ്ട ഏകദേശം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബൗൾ ഓഫ് സലാഡാണ്. നിങ്ങൾക്കൊരു 35 ഗ്രാമോളം പ്രോട്ടീൻ ഇതിൽ നിന്നും കിട്ടും. പിന്നെ ഒരു 100 ഗ്രാം കുക്ക് ചെയ്ത ചിക്കനിൽ കിട്ടുന്നത് ഏകദേശം 27 ഗ്രാം പ്രോട്ടീനാണ്. കമ്പയർ ചെയ്യുമ്പോൾ ഒരല്പം മുന്നിൽ സോയ ചങ്ക്സ് നിപ്പുണ്ട്. എന്നാലും തുല്യ കണക്കാണെങ്കിലും ഒരു നോൺ വെജ് റെസിപ്പിയേക്കാളും അല്ലെങ്കിൽ അതിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾക്ക് ഹൈ പ്രോട്ടീൻ കിട്ടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും എന്നെ അറിയിക്കുക. മുമ്പ് നമ്മൾ ഹൈ പ്രോട്ടീൻ സലാഡ് വേറെയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒത്തിരി ഡയറ്റ് റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോസ് കൂടെ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല ഡയറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസിപ്പീസും അല്ലാതെയുള്ള റെസിപ്പീസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.